10 मिनट के बाद നമ്മൾ ആ തുണിക്കട കയറിയപ്പോഴേ ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ എൻ്റെ തലയെ മറ്റേ പകിടി കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകും അവിടുത്തെ ചേട്ടൻ കെട്ടാനായിട്ട്. ഈ പുള്ളിയാണ് കടയിലെ ചേട്ടനാണ്. അവർ കെട്ടാനായിട്ട് എന്നെ കൊണ്ടുപോകാം. ഇവിടെ സാധനം ഉണ്ട്, അപ്പോൾ അവർ കെട്ടിച്ചു ഫോട്ടോ എടുക്കാനായിട്ട്. इसके अंदर है അപ്പം ഞാൻ ഈ കളറാണ് എടുത്തേക്കുന്നത്. ആ കളർ ഇങ്ങനെ സെറ്റ് ചെയ്ത ഇതാണിത് കെട്ടാനായിട്ടുള്ള സംവിധാനം. ഇപ്പോൾ റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. കാരണം നമ്മളങ്ങ് കൊല്ലും. പിന്നെ നമുക്ക് സമയമില്ലാത്ത കാരണം എടുത്തങ്ങ്. ഇപ്പോൾ 3 പേർക്ക് കൂടെ 1000 1100 പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആരെങ്കിലും കയ്യിൽ പാന, സിഗരറ്റ്, ബീഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്? वाइट नहीं बड़े वाला पूरा सर पर आएगा। ये पूरा है बड़ा वाला। ये तो पकड़ना बजनी। അപ്പോൾ വെള്ള ഒരു ചവലൂടെ വേണം. हेलो 3 आदमी को बांधना है. कलर बताओ ना फिर. हाँ मैं बताता हूँ. ആരെങ്കിലും കയ്യിൽ വലിയ ടവലുണ്ട്? ടവല് കളർ ഏതാ വേണ്ട സെലക്ട് ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും കിട്ടിത്തില്ല. അവിടെ എത്ര രൂപയാണെന്ന് അറിയത്തില്ല. അതില് സൈഡിലോട്ട് നോക്കാം. यार दादा आप इधर मुंह तो नहीं है दस्ता ही है ना मुंडे नो। हाँ जी अंदर। हाँ चले अंदर, लेफ्ट में जाओ, अंदर जाओ, लास्ट में छोड़ भी ले आके सावन। हां വരും 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 വരും. ഇവര് യന്ത്രം വരും. നമ്മൾ ചിലരെ കണ്ടില്ല, നല്ല സൈസ്. അതിനകത്ത് മുടിയും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് വോളിയം വരുന്നതാ. ഇതിപ്പോൾ നമുക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ. മറ്റേത് മുടിയും കൂടെ വരും. ആ മുടിയുടെ അല്ല, മുടിയും കൂടെ വരുമ്പോഴത്തേക്കാണ് സംഭവം. അല്ല, മുടിയും കൂടെ വരുമ്പോഴത്തേക്കാണ് അത്രയും വോളിയം വരുന്നത്. അവരാ മുടിയും കൂടെ വെച്ചിട്ട് സെറ്റ് ഇപ്പോൾ കണ്ടോണ്ട് അത് പുറകിൽ കമ്പിയിരിക്കുന്നു. ഇവരെല്ലാം പുറകിൽ കമ്പിയിരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാവോ? നമുക്ക് മുടിയും കൂടെ നീളമുള്ളതുകൊണ്ട് സംഭവം ഏറെക്കുറെ ഒത്തിട്ടുണ്ട്. മുടിയും ഡാഡി വെസ്റ്റ് ഓക്കെ.
കണ്ണടിച്ച് ഒരു സാധനം അല്ലേ? कलर किसका है किसने बांधना है ഇരിക്കണം. और ब्लैक किसने बांधना है ब्लैक ബാക്കി ചോദിക്കുന്ന ഉത്തരം പറയണം. അവിടെ പോയി ഇരിക്കണം. वहाँ किसका कलर है ഈ മറ്റേ ഇത് കൊടുക്കണം. എവിടെ അങ്ങനെ തന്നെ. माल है कि नहीं എങ്ങനെയുണ്ട്? ഫോട്ടോ എടുക്കണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. റിസൾട്ടിനോട് അങ്ങനെ തന്നേ അവിടെ നമുക്ക് വെല്ലോട്ടൊന്നും ഇറങ്ങിയെടുക്കാം. ഇല്ല ശരി വേറെ കാര്യമുണ്ട് ഒരു അവിടെ നിന്നേ മാറിക്കടാ തുണിക്കട നിന്ന് കിട്ടിയാണ് നമുക്ക് വെല്ലൊന്നും ഇറങ്ങിയത്. ഓ അടിപൊളി. ഇങ്ങനെയൊക്കെ കണക്കാണല്ലേ? നടന്നു വരാവേ. അങ്ങോട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ചുമ്മാ അങ്ങോട്ട് നോക്കിയെന്നേ ഇച്ചിരി ഇങ്ങോട്ട് ഇച്ചിരി ഇത്ര നേരം വീഴും. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഈ വാങ്ങിച്ച കട ഇതാണ്. ഈ കടയുടെ പേര് ഇന്ത്യ പ്രിന്റ് സ്റ്റോർ. ഇവിടെ നിന്നാണ് നമ്മൾ എടുത്തത്. അവർ നല്ല സാധനം കേട്ടോ, നല്ല അടിപൊളി സാധനം. നമ്മൾ ആ സ്ഥലം കാണാൻ വരെ അവിടെ ഒരു സ്റ്റാഫിനെ നമ്മുടെ കൂടെ വിട്ടു. ആ സ്റ്റാഫ് നമ്മളോട് ഇപ്പോൾ ഒരു 3-4 കിലോമീറ്റർ നടന്നാണ് നമ്മൾ ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നത്. അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല സ്നേഹത്തോടുകൂടി അവർ പെരുമാറി. നല്ല സാധനവും കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് അടുത്ത വണ്ടി പിടിച്ച് പോകാമെന്നോ? നമ്മുടെ ഹോട്ടൽ നേരെ ഇനി ഹോട്ടലല്ലേ? ഹോട്ടലോട്ടോ അല്ല ജിലേബി. അയ്യോ, ഞങ്ങൾ തുണി എടുത്തിട്ട് ഇവിടുന്ന് ഫേമസ് ഒരു ജിലേബി കടയുണ്ട്, അത് തപ്പി പോവാം. അപ്പോൾ അത് ഗൂഗിൾ മാപ്പിൽ നമുക്ക് 9 മിനിറ്റ് നടക്കാനേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതുവഴി ഇട റോഡുകൾ വഴി നടക്കുകയാണ്. ഇട റോഡല്ല, 2 സൈഡും തുണിക്കടകളാണ്. ഇട റോഡിൻ്റെ 2 സൈഡുകൾ തുണിക്കടകളാണ്. നല്ല തിരക്കാണ്. ഇതിനിടയ്ക്ക് ഈ സൈക്കിൾ റിക്ഷക്കാരുണ്ട്, അതാണ് തിരക്ക് ജാമ. നമ്മളൊക്കെ തന്നെ കണ്ണം കണ്ടില്ലേ വീണ്ടും പിള്ളേർ. എല്ലാം തുണി സാധനങ്ങളായിരിക്കുന്നത്. ഇതൊക്കെ ഹോൾസെയിൽ കടകൾ. अगले बा ഞങ്ങൾ അമൃത്സറിൻ്റെ തിരുവീതിയിൽ കൂടി പരാ നടക്കുകയാണ്. എന്നാല് റൂട്ട് തന്നെയല്ലേ? പോട്ടെ പോട്ടെ.
ആളുകളൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഈ ഗോപ്രോയുടെ കമ്പ് പൊക്കി പിടിച്ചേക്കുന്ന പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ എന്നെ കാണിക്കുന്നു. അങ്ങനെ വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ മൊത്തം തിരക്ക്. ഇവിടുത്തെ വിദേശ ഫ്ലാഗുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇംഗ്ലണ്ട്, കാനഡ മൊത്തം തിരക്കാണ്. ഇവിടെ നടക്കാൻ പോലും ഇവിടെ ഇല്ലല്ലോ എന്നുള്ളത് ഭയങ്കര കേട്ടോ. ഇടയ്ക്ക് സൈക്കിള് അവൻ്റെ കുറേ പോട്ടെ. ഇത് പഴയ ബിൽഡിങ്ങുകളാണ്. പഴയ 1, 2, 3, 4 നില ബിൽഡിങ്. ഇതൊക്കെ ഇപ്പോഴും വർക്കിംഗ് ആണ്. അല്ല, ഇതൊക്കെ കടകൾ മാത്രമേ വർക്കിംഗ് ഉള്ളൂ. താഴത്തെ മുകളിലത്തെ ഇതിലൊന്നും താമസമൊന്നുമില്ല. അതുപോലെ പഴയതായി പോയിരുന്നു. ഇതൊന്നും പൊളിക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. അതായിരിക്കാം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ പഴയ ബിൽഡിങ്. ഇത് അമൃതസറിൻ്റെ ശരിക്കും സിറ്റിക്കകത്തൂടെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റുകളുടെ അകത്തുകൂടി. ഇതുവഴി കറക്റ്റ് ഒരു ജംഗ്ഷനിലെത്തി. ആ ജംഗ്ഷനിലാണ് ഈ ഗുരുദാസ് റാം ജിലേബി വാല. പെട്ടെന്ന് മനസ്സിലാകുകയില്ല, അവരുടെ ബോർഡ് പെട്ടെന്ന് വിസിബിൾ അല്ല, ചെറിയ അക്ഷരമാണ്. ഇതാണ് ഗുരുദാസ് റാം ജിലേബി വാല. നമ്മുടെ അവിടെ जाना है, हमने भी जाना है, हम भी जाने वाले, हमारी गाड़ी भी जाने वाली है 5 बजे। दूसरी गाड़ी आने वाली है। हाँ जी, क्या हुआ? क्या नाम है? रमन कुमार। हाँ, ले लिया, खा लिया, 100, 200, 300, 300। और वो कितने दिन तक चलेगा? 1 साल तक। ये भी 1 साल, ये 7 डे होना, 1 साल तक चलेगा। കൈ കാണിക്കുമ്പോൾ പേടിച്ചിരിക്കുമോ? പൊളിതാണ്. ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടു. കറക്റ്റ് മധുരമാണ്. പിന്നെ പഞ്ചസാര കളി കൊടുത്താലും അല്ല, ഇത് ഓവർ മധുരം ഇല്ല. അല്ല, ജിലേബിയുടെ മെയിൻ പാർട്ടിയാണ് ജിലേബി, ലഡു. പിന്നെ എന്നാണ് അതിലെ ജിലേബി, ലഡു. ലഡുവൊക്കെ വാങ്ങിക്കാറുണ്ട്. ലഡു ഞാൻ കഴിക്കാറ്. അത് പറഞ്ഞു എവിടെ ലഡു കഴിച്ചത്? ഫ്രീ മേടിച്ചത് കഴിച്ചു. പിന്നെ ഏതാ ഉദാരപ്പെട്ട് ഫ്രീ മേടിച്ച് കഴിച്ചു. പിന്നെ അവർ തന്നല്ലേ അങ്ങനെ സാധനം കടിച്ചോളൂ. ലഡു എവിടുന്നാ? ഞാൻ ഇവിടുത്തെ തിരക്കുണ്ടോ? ഇതുപോലെ ആളിങ്ങനെ ഇടിച്ച് നിൽക്കുക. ജിലേബിയും മറ്റേ ഇതല്ല, മറ്റേതായിരുന്നു ഗുലാബ് ജാമും ജിലേബിയും കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ആൾ കുറഞ്ഞിട്ടൊന്ന് കഴിക്കാൻ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. രാത്രിയോ അതെ. ആ, ദേശി ഗീയിലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാ ടേസ്റ്റ് വരുന്നത്. ഡോക്ടർ അടുത്ത സാധനം വാങ്ങിക്കാൻ നിൽപ്പുണ്ട്. ഡോക്ടർ തന്നെ അടുത്ത് ഗുലാബ് ജാമോ?
ഇവിടെ ആണ്ട് ഈ സാധനം ഇതിൽ ഇടുവല്ലേ വേണ്ട മറ്റേ ഇതോ കട്ട അതിൻ്റെ പുറയിൽ റൗണ്ട് സാധനമുണ്ട് അതിനാ ചോദിച്ചത് അത് ഇവിടുത്തെ എന്തെങ്കിലും മിഠായി ആയിരിക്കും. ഗുലാബ് ജാം മതി. ഇത് 1.5 ഗുലാബ് ജാമാണ്. നല്ല സൈസുള്ള സാധനം, ഹെവിയാണ്. ഞാൻ പറഞ്ഞില്ലേ അഖിലി ചതാലേ കിട്ടത്തുള്ളൂ, അഖിലി ചതാലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയേ? അപ്പു ഗുലാബ് ജാമിൻ്റെ ആളാണ്. അപ്പു പറഞ്ഞാൽ ഓക്കെ ആണോ? നല്ലതാണോ? വേറെ ഓപ്ഷനില്ല. അപ്പം അങ്ങനെ ഏകദേശം എല്ലാ പരിപാടികളും ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാം. ഇവിടെ ഫുള്ള് നമ്മുടെ യാത്ര EV അല്ലായിരുന്നു കേട്ടോ. EV ആ സൗകര്യം. കാരണം ഇതിനകത്തൂടെയൊക്കെ ഇപ്പോൾ ചെറിയ വഴികളല്ലേ. ഇനിമാർ റേറ്റൊക്കെ ചുമ്മാ കത്തിയ. ചിലപ്പം നല്ല ചീപ്പിനെ കിട്ടും, വലിയ റേറ്റ് ആകില്ല. ചിലവന്മാർ ചുമ്മാ നമുക്കിവിടെ താങ്ങും. എന്നാലും ഇതൊക്കെ വേണം. എന്താ നടന്നൊക്കെ പോകാന്ന് പറഞ്ഞാൽ റിസ്ക്, സമയം പോകും. അങ്ങനെ ഒറ്റയ്ക്കാണ് എത്ര സാധനം വെച്ചിട്ടുണ്ടോ അതിന് യാത്ര ചെയ്ത് വഴി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മോഷണം ശ്രദ്ധിക്കണം. എല്ലാവരും പറയുന്നത്, പോലീസുകാരും പറയുന്ന, ഓട്ടോക്കാർ കാണുന്നവരെല്ലാം പറയും മോഷണം ശ്രദ്ധിക്കണം, മൊബൈൽ ശ്രദ്ധിച്ചോണം, പേഴ്സ്. ഇതുപോലെ വണ്ടിയെ പോകുമ്പോൾ ഇങ്ങനെ വെളിയിലേക്ക് ഇടരുത്. വെളിയിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോകും. ഇതൊക്കെയാണ് പറയുന്നത്. അതാണ് നമ്മൾ വഴിയുടെ ഒന്നും വീഡിയോ കാണിക്കുന്നില്ല. എങ്ങാനും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്തിരുന്നുള്ള വീഡിയോ കാണും. അപ്പോൾ ഗോപ്രോ പറിച്ചോണ്ട് ഇതാ നമ്മൾ മുമ്പേ നടന്നു പോയ തെരുവുകളിൽ കൂടി തന്നെ തിരിച്ചു പോകും. സമാധാനം ഓണിന് ഓളിയും കുറവുണ്ട്. സമ്മതിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ ഇടിച്ചോ? ചുമ്മാ മുന്നിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിക്കുന്നൊന്നും വിഷയമൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണ് എത്രയിലുണ്ടോ കാണിക്കുന്ന മൊബൈല്? 200 ഉണ്ടോ? ലൊക്കേഷൻ അല്ല, ലൊക്കേഷൻ പറഞ്ഞല്ലോ. അവന് സ്ഥലം മാറിപ്പോയത്.